ഹലോ നമസ്കാരം, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണമാണ്, ഓണസദ്യ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് ഓണത്തിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മഹാമാമാങ്കമാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ അവിയലിനുള്ള കഷ്ണങ്ങളാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം രാത്രി 12 മണിയായി. അപ്പം നമ്മൾ അവിയലിനുള്ള കഷ്ണവും സാമ്പാറിനുള്ള കഷ്ണമൊക്കെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അരിഞ്ഞ് വെച്ചിട്ട് വേണം നമുക്ക് കിടന്നുറങ്ങാൻ. അവിടെ രാവിലെ നമുക്ക് പിന്നെയും പരിപാടികളൊക്കെ തുടങ്ങേണ്ടതാണ്. അപ്പോൾ നമ്മൾ സാമ്പാറിനും അവിയലിനുമുള്ള കഷ്ണങ്ങൾ അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മത്തങ്ങക്കറി അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ നമ്മൾ രാത്രി തന്നെ നമുക്ക് അരിഞ്ഞു വെക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ പാടി നമ്മൾ ഇതൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രി ഇഞ്ചിക്കറിയും മാങ്ങാച്ചാറും നമ്മൾ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം അന്നെങ്കിലുള്ള എല്ലാത്തിലും ഒന്ന് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇഞ്ചിക്കറിയും നമ്മളതുപോലെ തന്നെ മാങ്ങാച്ചാറൊക്കെ അരിഞ്ഞ് ഉണ്ടാക്കി വെച്ചു. അപ്പം രാവിലെ തന്നെ നമ്മൾ അത്തപ്പൂക്കളം ഒരുക്കിയിരിക്കുകയാണ്. അപ്പം അത്തപ്പൂക്കളം നമ്മൾ ചെറിയതായിട്ടുണ്ട്. കാരണം ഇപ്പം ഇവിടെ പൂ കുറച്ച് അവൈലബിലിറ്റി കുറവായിരുന്നു ഈ പ്രാവശ്യം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ള പൂവൊക്കെ വെച്ച് അടിപൊളിയായിട്ടൊരു പൂക്കളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹീസു ഭയങ്കരമായിട്ട് ഓണപ്പൂക്കളം കളയുമോ ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അവൾ അടുത്തോടൊന്നും പോവാതെ അതിലേക്ക് ഓടിക്കളിച്ച് നടപ്പുണ്ടായിരുന്നു. അത് പായസം ഇങ്ങനെ ചക്കാന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ മധുരക്കറിക്ക് വേണ്ടിയിട്ടുള്ള മുന്തിരിങ്ങ. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ പൂക്കളം ഒന്നും കൂടി ഒന്ന് കണ്ടു കളഞ്ഞേക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമ്മളെല്ലാം ഒരുങ്ങി നമ്മളിനി ഓണം സദ്യ കഴിക്കാൻ പോകാനായിട്ട്. അപ്പോൾ പിള്ളേരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത്തപ്പൂക്കളം ഹേസിന് ഓർമ്മ വന്ന ടൈം തൊട്ടുള്ള ഫസ്റ്റ് ഓണമാണിത്. അപ്പോൾ ഷുട്ടുമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഷുട്ടുമ്മയൊന്നും പിന്നെ പൂക്കളൊന്നും കളയില്ല. ഇതുവിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും പേടിയുള്ളായിരുന്നു. അപ്പം ഞങ്ങൾ താഴെയൊക്കെ ഇറങ്ങി നമ്മളുടെ അടിപൊളിയായിട്ട് എല്ലാവരും ഒരേപോലെ പട്ടുപാവാടയും ബ്ലൗസൊക്കെ ഇട്ട് നമ്മൾ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പം ജസ്റ്റ് പിള്ളേർക്കൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ താഴെ ഇറങ്ങി. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ സ്റ്റില്ല് വെയിലായിരുന്നു. 5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ താഴെ പോയെങ്കിലും ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിള്ളേരെന്തായാലും ഹാപ്പി ആയിരുന്നു. നമ്മൾ സ്റ്റില്ല് സദ്യ കഴിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഓണസദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ കുളിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റായിപ്പോവും. ഞങ്ങൾ തന്നെ ഓണസദ്യ ഭയങ്കര ലേറ്റായിട്ടാണ് കഴിച്ചത്. കണ്ടില്ലേ, പിള്ളേരെല്ലാവരും താഴ്ന്ന് കയറി വന്നു. കുറച്ച് ഫോട്ടോ എടുത്തപ്പോൾ തന്നെ അവിടുന്ന് ഇവിടുന്ന് എല്ലാവരും കളയാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിള്ളേരങ്ങ് എൻജോയ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു മാക്സിമം പൂവൊക്കെ അവരോട് കളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിള്ളേർ പൂക്കളമെല്ലാം കുളവാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളതെല്ലാം ഒന്ന് അടിച്ചു വാരിട്ട് പിന്നെ സദ്യ കഴിക്കാൻ പോകണം. ഏകദേശം സമയം ഒരു 6-6:30 ഇപ്പോഴാണ് നമ്മൾ ഉച്ചക്കത്തെ സദ്യ കഴിക്കാൻ പോകുന്നത്. ഇപ്പോഴാണ് എല്ലാവരും ഒന്ന് ഒരുങ്ങി സെറ്റപ്പായി ഫോട്ടോയൊക്കെ എടുത്ത് വന്നത്. അപ്പോൾ ഇവരുടെയും കൂടെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സദ്യ കഴിക്കാൻ തുടങ്ങും. അപ്പം നമ്മളുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അട്ടിപ്പൊളി ക്യാബേജ് തോരൻ, പച്ചടി, കിച്ചടി എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും മമ്മിയും അമ്മയും എല്ലാവരും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നല്ല ഒന്നാന്തരം സദ്യ നമ്മളുടെ റെഡി ആയിട്ടിരിക്കുന്നു. നല്ല ബീട്രൂട്ട് പച്ചടി, പിന്നെ വെണ്ടയ്ക്ക കിച്ചടി, പിന്നെ നല്ല ഒന്നാന്തരം ഇഞ്ചിക്കറി, അവിയൽ, സാമ്പാർ, 2 തരം പായസം എല്ലാം റെഡിയാണ്. അത് കഴിയുമ്പോഴത്തേക്കും പിള്ളേരെല്ലാവരും അത് കഴിക്കാനായിട്ട് നമ്മൾ പായൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വിശന്ന് കണ്ണ് പോലും കാണാൻ മേലാതെ ഇരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പായൊക്കെ വിരിച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫോട്ടോഷൂട്ട്
നടക്കുമ്പോഴത്തേക്കും നമ്മൾ അകത്ത് എല്ലാവരും കറിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഫോട്ടോഷൂട്ടോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി ഫോട്ടോ ഇതുവരെ എടുത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓടിപ്പോയിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സദ്യ കഴിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും നല്ല വിശന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോട്ടോ എടുത്തു, നമ്മൾക്ക് പെട്ടെന്ന് തന്നെ പോയേക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതാണ് ഇവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വേഗം എടുക്ക്, ഞങ്ങൾക്ക് വിശന്നിട്ട് രക്ഷയുമില്ല എന്ന് പറയുകയാണ്. എന്നാലും നമ്മൾ ഫോട്ടോ മുഖ്യം ബിഗിലേ എന്ന് പറയണമല്ലോ. അപ്പം നമ്മുടെ കുഞ്ഞിപ്പെണ്ണും പിള്ളേരും എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി അതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്കത് കണ്ടിട്ട് ഒരു ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ അവൾ ഓടി നടക്കുവാണ്. യേശുവിന് ഒരു ഇച്ചിരി ഓർമ്മ വന്നതിനെ പറ്റി ആദ്യത്തെ സദ്യ കേട്ടോ ഇത് കഴിക്കുന്നത്. കഴിക്കുകയില്ലെന്നും അറിയില്ല. അപ്പോൾ എല്ലാ കറിയും വിളമ്പോൾ എനിക്ക് ഡേച്ചുവിനിടുന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് പപ്പടം പഴം പായസമൊക്കെ കൂടി അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മളൊരു തിരുവാതിര, ആക്ച്വലി ഞങ്ങൾ പഠിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു തിരുവാതിര കളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ സ്റ്റെപ്പ് ഇട്ട് അപ്പം തന്നെ ഒരു തിരുവാതിര കളിക്കാനും പക്ഷേ